പറഞ്ഞൊരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താ ആദ്യം മനസ്സിൽ ചിന്തിക്കുക? ഫിനാൻഷ്യൽ ഫ്രീഡത്തെ കുറിച്ചും നമുക്ക് ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതുവഴി നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനേക്കാളൊക്കെ കാണുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമുക്കിതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ പരിചയപ്പെടാനും നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമുക്ക് മൈ ലൈഫ് സ്റ്റൈൽ തുറന്നു തരുന്നത്. അമ്മ കറക്റ്റ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ അത് തോന്നാറില്ലേ? അല്ലെങ്കിൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീരത്നങ്ങളൊക്കെ ഇന്ന് ഓൺട്രപ്രണേഴ്സ് ആയി മാറിക്കൊണ്ട് തിളങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെ എന്നെ സംബന്ധിച്ച്, എസ്പെഷ്യലി ഞാൻ ലേഡി ആയതുകൊണ്ടായിരിക്കാം, എനിക്കത് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മോർണിംഗ് മീറ്റിംഗിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പി മൂഡിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളും ഒരു അരമണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫിലെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെടുന്നു. അതുവഴി നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സോഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള സാധ്യത തുറന്നു കിട്ടുകയാണ്, അല്ലെ? അപ്പൊ എല്ലാവരും ആർ യു റെഡി? ഓക്കെ. അപ്പോ എന്നെ സാറ് മനോഹരമായി പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. എന്റെ പേര് ബീന പ്രവീൺ, സ്ഥലം കണ്ണൂർ ജില്ലയിൽ ആലക്കോട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഒരു 4.5 വർഷത്തോളമായി. എൻ്റെ ഫാമിലി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഞങ്ങള് നേരത്തെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകാരായിരുന്നു. ഹസ്ബൻഡിന്റെ പേര് പ്രവീൺ കുമാർ, അദ്ദേഹം ഹീറോ ഹോണ്ടയുടെ ഡീലറായിരുന്നു. ഇപ്പം ഞങ്ങളോടൊപ്പം ഇല്ല, ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ഏകദേശം 12-13 വർഷമായി. അപ്പോ ആ ഒരു സമയത്ത് എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോളും ഒരു മോനുമാണുള്ളത്. മോള് 7ാം ക്ലാസ്സിലും മോൻ 5ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം ഹീറോ ഹോണ്ട ഡീലറായിരുന്നു. ഞങ്ങൾക്ക് നല്ല സെറ്റിൽമെന്റ് അതുണ്ടായിരുന്നു. വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ലൈഫിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ കൂപ്പ് കുത്തിയ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് റിക്കവറായി ഇന്ന് എൻ്റെ മക്കൾ 2 ഉള്ളത്. മോൾ അബുദാബിയില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, മോൻ ഷാർജയില് ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഒരു നീണ്ട 13 വർഷത്തെ ജേണി എന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്കും കടന്നു വരുന്നത്. അപ്പൊ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പീരിയഡ്സ് ഉണ്ടാവും, അല്ലെ? ഒരു സാധാരണ വീട്ടമ്മയായി വീട്ടിൽ ഒതുങ്ങിയിരുന്ന മക്കളുടെ കാര്യവും ഹസ്ബൻഡിന്റെ കാര്യവും ഫാമിലി കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് നമുക്ക് വരേണ്ടി വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന സ്ട്രഗിള് ഭയങ്കരമാണ്. ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ, അതേപോലെ തന്നെ ഫിനാൻഷ്യലി. അപ്പോൾ വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഹസ്ബൻഡിന്റെ വിയോഗത്തിൽ വേഗം അതവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന സമയത്ത് വലിയൊരു പൈസയുടെ ബാധ്യതയിൽപ്പെട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് മാറുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നതിൽ അങ്ങേയറ്റം എനിക്ക് സന്തോഷമുണ്ട്. എന്ന് വിചാരിച്ച് ഞാനൊരു സ്റ്റേറ്റിംഗ് കോർഡിനേറ്റർ അല്ലെങ്കിൽ അപ്കമിങ് RTC റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും, അത്രയ്ക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ആയോ എന്ന്. പക്ഷെ ഞാൻ കഴിഞ്ഞു വന്ന സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, വെൽ എക്സ്പ്ലോർഡ് ആണ്. അത് ഞാൻ മെന്റലി ആൻഡ് ഫിസിക്കലി. അതൊക്കെ എനിക്ക് തന്നത് ഈ ഒരു ഇൻഡസ്ട്രിയാണ്. അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതിൽ നിന്ന് ഞാൻ പഠിച്ച കഴിഞ്ഞ ഒരു 3.5-4 വർഷം കൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായ ഈ ഒരു ബിസിനസ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും, അല്ലെ? നമ്മൾ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ സാർ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും, എന്നാൽ ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ പലവിധ കാര്യങ്ങളിൽ എന്താണ് നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ആ ഒരു ത്രൂ ഔട്ട് ദ വേ നമുക്ക് പലവിധ സ്ട്രഗ്ലിങ്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതിയാവും, അല്ലെ? എങ്ങനെയാണ് നമുക്ക് എത്താൻ പറ്റുന്നത്? അപ്പൊ ഞാൻ എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിലൂടെ ഞാൻ അത്തരം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ഇന്ന് വളരെ സ്മൂത്തായി എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ
സമാധാനപരമായി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം എന്താണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെ, നമ്മളെല്ലാരും ചിന്തിക്കാറുണ്ട്, മൈലേസ്റ്ററിൽ വന്ന് ഐഡിയ അടിച്ചു, ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിർത്തണമെന്നില്ല. നമ്മുടെ മൈലേസ്റ്ററിൽ ഐഡിയ അടിക്കുന്ന ഏതൊരു വ്യക്തിയും 2 മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? എവരി വീക്ക് 2,10,000. ഇതാണ് എല്ലാവരും എന്താണ് സ്റ്റേജിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര ആവേശമാണ്. ഈ ആവേശമൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ആവശ്യമാണ്. എങ്കിൽ പോലെയും അതിലേക്ക് വരാനുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തുവാൻ നമുക്ക് വലിയൊരു ജേണി ആവശ്യമാണ്. ആ ജേണി എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് ഒത്തിരി പ്രതിസന്ധികള്, പ്രശ്നങ്ങള് ഒക്കെ നമ്മൾ നേരിച്ചാൽ ഇതൊക്കെ പ്രതിസന്ധിയും പ്രശ്നമാണെന്ന് വിചാരിക്കുന്നവർക്ക് അത് പ്രശ്നമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഓരോരോ ലെസൺസ് ആണ്. നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഒരു പാഠമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അത് ആ പാഠത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് വേഗം മാറുവാൻ വേണ്ടി സാധിക്കും, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ മേഖലയ്ക്ക് കടന്നു വന്നിട്ട് ഏകദേശം 4.5 വർഷത്തോളമായി. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബിസിനസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്റെ നാട്ടിൽ തന്നെ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഫാൻസി സ്റ്റേഷനറി ചപ്പൽസ്. നമുക്കറിയാം, നാട്ടിൻപുറത്തിലെ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എല്ലാ സാധനവും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ് ആണ്. അങ്ങനെയുള്ള ആ ഒരു ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഞാൻ ആ ഒരു സമയത്തൊക്കെ ഞാൻ PSC എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബേസിക്കലി ഗ്രാജുവേഷനാണ് എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ. പക്ഷെ ഞാൻ +2 പഠിച്ചത് പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. അപ്പോൾ അവിടെ അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ സബ്ജക്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എഴുതിയിരുന്നു. PSC ഒക്കെ ധാരാളം എഴുതാറുണ്ട്, LDC ഒക്കെ എഴുതാറുണ്ട്. അങ്ങനെ കിട്ടുന്ന എല്ലാ PSCകളും എനിക്ക് എഴുതാൻ പറ്റുന്നൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു. അങ്ങനെയുള്ള സുപ്രഭാതത്തിൽ എനിക്ക് ഈ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ എന്റെ പേര് വന്നു. എനിക്ക് ഏകദേശം ഞാനും എന്റെ ചിറ്റയുടെ മോളോട് ഒരുമിച്ചാണ് പോയി PSC എഴുതിയത്. അപ്പൊ ആ സമയത്ത് ഞാൻ കുറെ ഗ്യാപ്പ് ഇട്ട് പോയി എഴുതിയത് കൊണ്ട് എന്റെ റാങ്ക് കുറച്ച് ബാക്കോട്ടായി പോയി. 1000 സംതിങ്ങിന് അടുത്ത് വന്നു. അവളത് കുറച്ച് നേരത്തെ റാങ്ക് ഉണ്ടായിരുന്നു, 500 സംതിങ്ങിൽ ഉൾപ്പെട്ടു. അവൾക്ക് ജോലി കിട്ടി. അപ്പോൾ എനിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ വിവരാവകാശമൊക്കെ കൊടുത്ത് വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രം ഞാനും ഹസ്ബൻഡും കൂടെയാണ് പോകുന്നത്. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, എന്തായാലും എനിക്ക് കിട്ടും. കാരണം ആ സമയത്ത് കുറേ അധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് തിരിച്ച് നാട്ടിലെത്തിയതിന്റെ 3ാമത്തെ ദിവസമാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ എന്റെ മുന്നിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു ജോലി ഒന്ന് വാങ്ങിച്ചെടുക്കണം. കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ചെറിയ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം പോരാ. എനിക്ക് പരിചയമില്ലാത്ത മേഖലയായതുകൊണ്ട് പിന്നെ ഞങ്ങള് 2 വീലർ ബിസിനസ് ഞാൻ അപ്പൊ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞാനിങ്ങനെ ജോലി കിട്ടണം എന്നുള്ള ചിന്തയിൽ ഞാൻ ഓടി നടക്കുകയാണ്. 1 വർഷം കൂടി എന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ എന്തായാലും കിട്ടും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പൊ ഓരോ KVK, ഇപ്പം കേരളത്തിൽ എത്ര കൃഷിഭവനുകളുണ്ട്, എത്ര KVK ഉണ്ട്, എത്ര കാർഷിക കോളേജുകളുണ്ട്, ഇവിടെയൊക്കെ എത്ര വേക്കൻസികളുണ്ട്, ഇതൊക്കെ ഞാൻ വിവരാവകാശം വെച്ച് കളക്ട് ചെയ്ത് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 6 വേക്കൻസിയും കൂടെ റിപ്പോർട്ട് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന റാങ്കിലേക്ക് എത്തിയപ്പോഴേക്കും എന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു, ദൈവമേ എനിക്ക് ഇവിടെയും എന്നെ പരീക്ഷിക്കുകയാണല്ലോ ചെയ്യുന്നത്, ഈ ഒരു ജോലിയും കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ആ ഒരു വിഷമത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് തകർന്ന് തരിപ്പണമായി. കാരണം എന്റെ ചിറ്റയുടെ മോക്ക് ജോലി കിട്ടി, അവള് ജോലിക്ക് പോകുന്നത് കാണുന്നുണ്ട്. എന്തായാലും കുറച്ച് ലേറ്റ് ആയാലും എനിക്കും കിട്ടുമല്ലോ. അപ്പൊ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് ആയാലോ, എന്റെ മക്കളെയും കൂടെ എനിക്ക് ജീവിക്കാലോ, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതങ്ങ് നഷ്ടപ്പെടുന്നത്. പുതിയ വിജ്ഞാപനം വന്നു, പഴയ റാങ്ക് ലിസ്റ്റ് കട്ടായി. അപ്പോ ആ ഒരു പ്രതീക്ഷ അങ്ങ് തീർന്നു. അങ്ങനെ ആകെ ഡെസ്പായി. ഞാൻ എന്റെ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്
എന്നോട് വന്നിട്ട് പറയുന്നു, ഇനി അത് പോയാൽ പോട്ടെ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു നല്ല മേഖലയുണ്ട്, അത് നിന്നെ ഞാൻ പരിചയപ്പെടുത്താം, ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വാന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു അന്നേരത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഒരാളെ മീറ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ കുടുംബക്കാരെ പോലും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നോട് ഒന്നും പറയണ്ട, എനിക്കൊന്നും വേണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട, ഞാൻ ഈ കടയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പൊക്കോളാം എന്ന് പുള്ളിക്കാരോട് പറയണം. അവസാനം ഈ പുള്ളിക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നോട് പറഞ്ഞു, അതല്ല, ഇത് നിനക്ക് ചെയ്യാൻ പറ്റും, നല്ല ഫീൽഡാണ്, ഒരു കാര്യം ചെയ്യും, അതിനകത്ത് കുറച്ച് നല്ല പ്രോഡക്റ്റ് ഉണ്ട്, അത് ഞാൻ നിനക്ക് കൊണ്ടുതരാം, നീ അത് നിന്റെ ഷോപ്പിൽ വെച്ച് കുറച്ച് വിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ വേണം ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അവരെനിക്ക് തന്ന കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ എൻ്റെ ഷോപ്പിൽ വെച്ച് വിറ്റു. നോക്കിയപ്പോൾ എന്താ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ എൻ്റെ കടയിൽ വെച്ച് വിൽക്കുന്ന ഒരു സോപ്പിന്റെ വില എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ ഞാൻ ഹിമാലയയുടെ സോപ്പൊക്കെ വിൽക്കുന്നത് 46 രൂപ 45 രൂപ കൊണ്ട് MRP വിലയുള്ളൂ. ഇന്നിപ്പോൾ അതിന്റെ വില എനിക്ക് ഓർമ്മയില്ല, അത്രയും വിലയുള്ളൂ ആ സോപ്പിന്. പക്ഷേ എനിക്ക് ഇവർ കൊണ്ടുതന്ന ഓണാൻറ്റോൺ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള സോപ്പിന്റെ വില എന്ന് പറഞ്ഞാൽ അന്നത്തെ വില ഏകദേശം 95 രൂപ MRP ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി നമ്മളെ പോലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഷോപ്പിലെ ആൾക്കാർ ഈ സോപ്പ് വാങ്ങി തേച്ച് കുളിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് എന്നെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ചേച്ചി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ കൊണ്ട് തരുന്നതെന്നാണ് ഞാൻ അന്ന് അവരോട് ഷൗട്ട് ചെയ്ത് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഇത് നല്ല ഗുണമുള്ളതാണ്. പുള്ളിക്കാരി ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്, ഇത് നല്ല ഗുണമുള്ളതാണ്, നീ ഒന്നും ഒരു തവണ. ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു, കാരണം എന്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. അപ്പൊ അതിനിടയ്ക്ക് ഇതൊക്കെ തേക്കാനോ എന്ന് ചോദിച്ചു. എന്തായാലും വിറ്റ് നോക്കാം, പോയില്ലെങ്കിൽ തിരിച്ചെടുത്തോണം എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് അവിടെ വെച്ചു. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഒരു ചേച്ചി എന്റെ ഷോപ്പിൽ വന്നു. അവരിങ്ങനെ നോക്കി എന്റെ സോപ്പിരുന്ന ഭാഗം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇതേ കിട്ടി. എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചത്, ഓണായിട്ടുണ്ട് സോപ്പിന്റെ ഈ നീം സോപ്പിന്റെ കവറുമായിട്ടാണ് എന്റെ ഷോപ്പിൽ വരുന്നത്. ഈ കവറുമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കി, അയ്യോ ഇത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് വേഗം ഒരു 5 സോപ്പ് എടുത്ത് കൈ പിടിച്ചു. എനിക്ക് ആകെ മറ്റേ ലേഡി കൊണ്ട് 5 സോപ്പാ തന്നത്. ആ 5 സോപ്പ് ഇവരെടുത്തു. ഞാനിപ്പോ വണ്ടടിച്ച് നിൽക്കുകയാണ്, ദൈവം ഈ സോപ്പിന്റെ വില അറിയാത്തതുകൊണ്ടായിരിക്കും ഈ ചേച്ചി ഇതിങ്ങനെ എടുക്കുന്നത് എന്ന് വിചാരിച്ച് നോക്കുമ്പോ ആ ചേച്ചി പറഞ്ഞു, ഈ സോപ്പ് ഞാൻ എല്ലാ ഷോപ്പിലും നോക്കി മോളെ, ഒരിടത്തും കിട്ടിയില്ല. അപ്പൊ എന്നോട് അവള് പറഞ്ഞു, നിന്റെ അടുത്ത് കടയിലുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഈ സോപ്പിന് ചെറിയ 10 രൂപ ലൈഫ് ബോയ്ഡ് സോപ്പ് അല്ല, ഇത് കുറച്ച് വില കൂടിയ സോപ്പാ, ചേച്ചി ഇതിന്റെ വില കണ്ടിട്ടാണോ എടുക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയാം ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ട് ഇവര് എടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ചേച്ചി ഇത്രയും സോപ്പ് ചേച്ചി എന്തിനാ കൊണ്ടുപോകുന്നത്, എന്താ പ്രശ്നം, ഈ സോപ്പിന് എന്താ ചേച്ചി കണ്ട പ്രത്യേകത എന്ന് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ ഇതിപ്പോ ഞാൻ പറയാം, ഇപ്പൊ ഈ ചുരിദാർ ഇങ്ങനെ നമ്മളിട്ടേക്കുമ്പോ കൈ ഇങ്ങനെ പുളുപ്പതാണ്, ഈ ചുരിദാറിന്റെ കൈ ഇങ്ങനെ നീക്കിട്ട് എനിക്ക് കൈ ഇങ്ങനെ കാണിച്ചു തന്നു. കൈ ഫുള്ള് അലർജി പ്രശ്നം കൊണ്ട് ചൊറിഞ്ഞു പൊട്ടി നാശമായിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ അലർജിക്ക് റിയാക്ഷന് നമ്മുടെ നീമിന്റെ സോപ്പ് അവർക്ക് റിസൾട്ട് കൊടുത്തു. അവര് മംഗലാപുരം വരെ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറാത്തത് ഈ സോപ്പ് ഉപയോഗിച്ചപ്പം ആശ്വാസം കിട്ടി. അതാണ് ആ ചേച്ചി ഈ സോപ്പ് വന്ന് 5 എണ്ണം ഒരുമിച്ച് വാങ്ങിയത്. ശരിക്കും പറഞ്ഞു എന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ്. ഉടനെ ഞാൻ പിന്നെ എന്തായി, സോപ്പ് ചേച്ചി തിരിച്ചു വിളിക്കുന്നു, എനിക്ക് പ്രൊഡക്റ്റ് തന്ന പുള്ളിയെ തിരിച്ചു വിളിക്കുന്നു, എനിക്ക് കുറച്ചും കൂടെ സാധനം വേണമെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ചേച്ചി പറയും, ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നില്ലേ, സാധനം നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്, അപ്പൊ നീ ഇതൊന്ന് ചിന്തിക്കുക, ഈ സാധനം വിറ്റാൽ ഇത്ര രൂപ മാർജിൻ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ല മാർജിൻ ഉണ്ട്. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പതുക്കെ കുറച്ച് പ്രൊഡക്റ്റ് എന്റെ ഷോപ്പിൽ കുറച്ചും കൂടെ എടുത്തു വെച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഇവരൊരു ക്രീം എന്നെ കൊണ്ട് കാണിച്ചു, മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീം. അപ്പൊ എന്റെ ഫാൻസി ഷോപ്പ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കോസ്മെറ്റിക് മതി, എനിക്കല്ലാതെ നിങ്ങൾ ഈ റെഡ് ബോഡി കാണിക്കുന്ന വെൽനസ് എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് പഠിക്കാനും കൊടുക്കാനും സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കുറെ കോസ്മെറ്റിക് ആണ് ഞാൻ എടുത്തത്. ആദ്യം പേഴ്സണൽ കെയർ ഈ പ്രൊഡക്റ്റ് വെച്ച് ഷോപ്പിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല രീതിക്ക് മൂവിങ് ആകാൻ തുടങ്ങി. ആ സമയത്ത് എന്നെ പരിചയപ്പെടുത്തിയ എന്റെ ഗ്രേറ്റ് അപ്ലൈൻ രുക്മാത്തിന് ഞാനിപ്പോൾ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. കാരണം ആ ചേച്ചിയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത്. ഇന്ന് പുള്ളിക്കാരി ഒരു സൈലന്റ് പാർട്ണറായിട്ട് എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അത്ര സജീവമല്ല എങ്കിൽ പോലും ആ ചേച്ചിയുടെ ഈ ഒരു നിർബന്ധം, നിന്നെ കൊണ്ട് പറ്റും, നീ വാ, നീ ചെയ്യ, നോക്ക്. ലാസ്റ്റ് പിന്നെ എന്നെ ട്രെയിനിങ്ങിന് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഷോപ്പിൽ നിന്ന് ഞാൻ ട്രെയിനിങ്ങിനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് നിനക്കാണേ പറ്റും, നീ വാ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവരൊരു നമ്പർ ഇട്ടു. എന്നോട് പറഞ്ഞു,
അടി നിനക്കാണെങ്കിൽ മീറ്റിങ്ങിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ലീഡേഴ്സ് ഒക്കെ കുറെ ഇംഗ്ലീഷും അതും ഇതൊക്കെ പറയുന്നുണ്ട്, എല്ലാം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ക്രീനിലൊക്കെ കാണിക്കുമ്പോൾ എല്ലാം ഒന്നും മനസ്സിലാവത്തില്ല. നീ ഒരു കാര്യം ചെയ്യ, എൻ്റെ കൂടെ വന്നിട്ട് അതൊക്കെ ഒന്ന് കേട്ടത് എനിക്കൊന്ന് പറഞ്ഞതാ, നീ ചെയ്യുന്നില്ലല്ലോ, നീ ചെയ്യണ്ട, ഓക്കെ എന്നാ പക്ഷെ നീ എനിക്കൊന്ന് കൂടെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ശരി, ഞാൻ വരാം, എനിക്കറിയാവുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതൊക്കെ എനിക്ക് പണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെ, ഞാൻ വരാം. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ അടുത്ത ട്രെയിനിങ് എവിടെയാ ഉള്ളതെന്ന് പറയൂ, ആ ട്രെയിനിങ് ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഈ ചേച്ചിയുടെ കൂടെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. ആ ഒരു ട്രെയിനിങ് ആണ് എന്റെ തലവര മാറ്റിമറിച്ചതെന്ന് പറയാം. കാരണം ഇത് ഈ ഒരു ഇൻഡസ്ട്രിയെ ഏറ്റെടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഒരു റൈറ്റ് തീരുമാനം, റൈറ്റ് ഡിസിഷൻ ഞാൻ എടുത്തത് ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ്. ആ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് എടുത്തതെന്ന് മറ്റാരുമല്ല, ഇന്ന് നമ്മളൊക്കെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ കാരണക്കാരനായ നമ്മുടെ സൺ ഇന്റർനാഷണൽ ടീമിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ MS പ്രസാദ് സാറിന്റെ ക്ലാസ് ആണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയ ലീഡേഴ്സിന് വെച്ചൊരു ട്രെയിനിങ് ആണ്. ഈ ചേച്ചി എന്നെ കൊണ്ടുപോയി ബേസിക്കലി കൊണ്ട് അവിടെ ഇരുത്തി. നിങ്ങൾ ചിന്തിക്കണം, ഞാനൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ആ ഒരു സമയത്ത് ഞാൻ പോയിട്ട് എന്തായി, ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയതാണല്ലോ. അങ്ങനെ ഞാൻ പോയി ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ആ ഒരു ട്രെയിനിങ്ങിൽ വെച്ചാണ് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെ ഞാൻ പഠിക്കുന്നത്. ഇങ്ങനെ ഡയറക്ട് സെല്ലിങ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. ആ ബ്രേക്ക് ടൈമിൽ ഞാൻ തന്നെ പ്രസാദ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഈ സാറിങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാണോ? കാരണം ഒരു 2,10,000 എന്നൊക്കെ സാറ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഈ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ച് സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ സാർ പറഞ്ഞു പ്ലീസ് വെയിറ്റ്, 4 മണി വരെയല്ലേ നമ്മുടെ ട്രെയിനിങ്, നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ആഫ്റ്റർനൂൺ സെഷൻ വന്നപ്പോൾ സാറിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് 1 by 1 ആയിട്ട് നമ്മളെ കാണിച്ചു തന്നു. സാറിന് ഫസ്റ്റ് ടൈം കിട്ടിയ 250 രൂപ മുതൽ സാറിന് കിട്ടിയ 162ാമത്തെ വീക്കിലോ മറ്റോ സാറിന് കിട്ടിയ 2,10,000 കിട്ടിയതും സാർ കാണിച്ചു തന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി എന്റെ വഴി ഇത് തന്നെ. ഇതിനെ ശക്തമായി പഠിക്കുക, മനസ്സിലാക്കുക, ഏറ്റെടുക്കുക, ഇത് ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുവഴി ഈ ഇൻഡസ്ട്രിയിൽ എനിക്കുമുണ്ടൊരു സ്ഥാനം, അല്ലെങ്കിൽ എനിക്കും ഇതിൽ വിജയിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ആ ഒരു ട്രെയിനിങ്ങിലൂടെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇത് നമ്മോട് പല ലീഡേഴ്സും പറയാറുണ്ട്, ട്രെയിനിങ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആണ്, നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാര്യം. നമ്മുടെ മനസ്സിലേക്ക് പല പല സംശയങ്ങളും അതൊക്കെ വരും. അതിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഇത്തരം ട്രെയിനിങ്ങുകളൊക്കെ അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ വളരെ ശക്തമായി ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കുറച്ചധികം പ്രൊഡക്റ്റ് എടുത്ത് ഞാനും വരുന്നുണ്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, നിന്റെ ഐഡിയ ഒക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ നീ എന്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് പിന്നീട് ഞാൻ അതിശക്തമായിട്ട് തന്നെ ചേച്ചിയുടെ കൂടെ ഇറങ്ങി അങ്ങനെ ബിസിനസ് ചെയ്തു. അങ്ങനെ ആണ് ശക്തമായ രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോവിഡ് ഒക്കെ വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും ഞാൻ അതേവരെയും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫാമിലിയിൽ നിന്ന് അങ്ങനെ വിട്ടു നിൽക്കാനും ദൂരേക്ക് പോകാനൊന്നും പറ്റില്ല. കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഷോപ്പിൽ എനിക്ക് വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഷോപ്പിൽ വെച്ചുകൊണ്ടുള്ള ബിസിനസ് ആയിരുന്നു. ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് തുടക്കത്തിലൊക്കെ ബിസിനസ് ചെയ്തത്. അങ്ങനെ ഷോപ്പിലിരുന്ന് ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വീക്കിലി ഇൻകം 1 lakh വാങ്ങിയത്. അതാണ് ഇതിന്റെ കാരണം. എനിക്ക് ഷോപ്പിലുണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ സമയമുണ്ടായിരുന്നു. അത് പഠിച്ച് ഞാൻ എന്ത് ചെയ്തു, ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായി. പിന്നീട് എനിക്ക് തോന്നിയപ്പോ രുക്മ മാഡത്തിന്റെ അപ്ലൈനെ വിളിച്ചിട്ട് വന്നു. അതാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ശ്രീ സമീർ സാർ വന്നിട്ട് പറഞ്ഞു, മാഡം ഇത് ഇങ്ങനെ ഷോപ്പിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട ബിസിനസ് അല്ല, മാമിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ടീമൊക്കെ ബിൽഡ് ചെയ്യണം, ഇലാബറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വർക്ക് ചെയ്യണം, അപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങി വർക്ക് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ടീം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്. അപ്പൊ തുടക്കത്തിൽ സാറിനോട് പറഞ്ഞു എനിക്ക് പെട്ടെന്നൊന്നും ഷോപ്പ് വിട്ടിറങ്ങാൻ പറ്റില്ല, അപ്പൊ എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞ് അവര് ഒരു സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരു 2 വർഷം മുൻപ് ഞാൻ എന്റെ 25 വർഷം ഞങ്ങൾ വിജയകരമായി കൊണ്ടുനടന്ന എന്റെ ഷോപ്പ് എന്റെ വിറ്റുകളയാൻ എനിക്ക് മനസ്സനുവദിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ മാമനെ ഏൽപ്പിച്ചു. പൂർണ്ണമായിട്ടും എന്റെ അമ്മാവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഫുൾ ടൈം കരിയറായി മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിലൂടെ ഞാൻ പരിചയപ്പെട്ടതും അല്ലെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസില് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ട് എന്താണ്,
അതിനിടയ്ക്ക് സാറേ ഞാനൊരു 1 മിനിറ്റ് ചോദിക്കട്ടെ. നമ്മുടെ ഇപ്പൊ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് റാങ്ക് ലെവലിലുള്ളവരാണോ അറ്റൻഡ് ചെയ്യുന്നത്, അതോ ഫ്രഷേഴ്സ് ആണോ, അത് ഐ മീൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണോ കൂടുതലുള്ളത്? ഹലോ, റാങ്കിലുള്ള ആളുണ്ട്, പിന്നെ കുറെ പുതിയ ഗസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ഓക്കെ. ഗസ്റ്റ് ആയിട്ടുള്ള ഞാൻ ചോദിക്കുന്നത്, എപ്പോഴും നമ്മുടെ സോമകുമാർ സാർ പറയും ജനിച്ചപ്പോഴേ ഉള്ള കുട്ടിക്ക് ബിരിയാണി കൊടുക്കാൻ പാടില്ലല്ലോ, അവർക്ക് ഫീഡിങ് പാലല്ലേ എന്ന് ചോദിച്ചതുപോലെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തുടക്കക്കാരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കതൊരു ചിലപ്പോ റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാണുള്ളതെന്ന്. അപ്പൊ മേ ബി പുതിയ ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലെവലുള്ള റാങ്ക് അച്ചീവ് ആവാത്തവർ ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു DTCക്ക് താഴെയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം വളരെ ആവേശത്തിന്റെ ബിസിനസ് ആണെന്ന് പറയാറുണ്ടല്ലേ. ആവേശത്തിന്റെ ബിസിനസ് തന്നെയാണിത്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ആത്മവിശ്വാസത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുമ്പോൾ, അതിനെ നമ്മൾ റൂട്ട് ക്ലിയർ ആക്കി കൊടുക്കുമ്പോഴാണ് അവർക്കും അത് ഏറ്റെടുക്കാൻ തോന്നിക്കുക. ഇവിടെ നമുക്ക് ബിലീഫ് സിസ്റ്റം ഉണ്ടാവണം. അവിടെ നമുക്ക് നല്ലൊരു നമുക്ക് നമ്മുടെ അപ്ലൈനോട് ബിലീഫ്സ് ഉണ്ടാവണം, നമ്മുടെ ടീമിനോട് ബിലീഫ്സ് ഉണ്ടാവണം, അതുപോലെ നമ്മുടെ കമ്പനിയോട് ബിലീഫ്സ് ഉണ്ടാവണം, പ്രൊഡക്റ്റിനോട് ബിലീഫ്സ് ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കോൺഫിഡൻസ് ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തിനേയും ഏതിനേയും നമ്മളൊരു സംശയ ദൃഷ്ടിയോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതെല്ലാം നമ്മുടെ എവിടെയാണ് ഈ ഓൺലൈനായിട്ട് GTS എടുത്ത് പഠിക്കുക, എടുത്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ GTS എടുത്ത് പഠിച്ചപ്പോൾ ഈ ബിസിനസ് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതിന്റെ നമ്മുടെ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഈ ബിസിനസിന്റെ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മളൊരു വ്യക്തിയെ സമീപിക്കുന്നത്. ആ സമയത്ത് പ്രോഡക്റ്റ് നോളജ് ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. എന്നെ സംബന്ധിച്ച് വേറൊരാള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊരു നെഗറ്റീവാ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് അവരെ തിരുത്തി കൊടുത്ത് അവരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നൊരു ഒരു വാശി എന്ന് പറയാം ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്ന് പണ്ട് തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന കാര്യത്തിലും പെർഫെക്ഷൻ ഉണ്ടാവണം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിൽ അത് മുന്നേ ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഏകദേശം A to Z കാര്യങ്ങൾ പഠിച്ചിരിക്കും. അങ്ങനെ പഠിക്കാൻ നിന്നപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ട്രെയിനിങ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചും ഞാൻ ഏകദേശം ഒരു 90% ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വ്യക്തിയെ ഇന്ന് എത്ര സമൂഹത്തിലെ എത്ര വലിയ വ്യക്തി ആയിക്കോട്ടെ, എത്ര സാധാരണക്കാരനായിക്കോട്ടെ, അവർക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്റെ ടീമിലും ആൾക്കാരോട് പറയാറുണ്ട്, നമുക്ക് വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവണം, ബിസിനസിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും GTS മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അവിടെ നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റും കൂടെ നമ്മളൊന്ന് ക്ലിയർ ആക്കുക. നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ലെവൽ നമ്മൾ അപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക. നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്ലിയർ ആക്കുക, റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരിക. എനിക്കും ഇത് സാധിക്കും, എനിക്കും ഇത് നേടാൻ സാധിക്കും എന്ന് ഉറച്ച ചിന്തയോടുകൂടി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഇത് ബിസിനസ്സിനെ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്നാണ്, നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും നമ്മോട് പറയാറുണ്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏതൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഏറ്റവും നല്ല സമ്പന്നനാരാണെന്ന് ചോദിച്ചാല് എന്ന് പറയുന്നതാണ്, നന്നായിട്ട് സെല്ല് ചെയ്യാൻ പഠിക്കുന്നതാണ്. സെയിൽസ്മാൻ ആണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഇന്ന് നമ്മൾ ഏത് മേഖലയും, നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, ഡയറക്ട് സെല്ലിംഗിലല്ലാതെ വേറെ പുറത്തേക്കുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗിലോ ഏത് ബിസിനസ് മേഖല എടുത്ത് പഠിച്ചാലും അവരുടെ പ്രൊഡക്റ്റ് ഓർ ഓപ്പർച്യൂണിറ്റി മനോഹരമായി സെല്ല് ചെയ്യാൻ പഠിച്ചവനാണ് ബിസിനസ്സിൽ വിജയിച്ചിരിക്കുന്ന വ്യക്തികളെ. നമുക്കറിയാം, MA യൂസഫ് അലി സാറിനെ എടുത്ത് പഠിച്ചാൽ നമുക്കറിയാം, ചിറ്റിലപ്പള്ളി സാറിനെ എടുത്ത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ V-ഗാർഡ് എന്ന് പറയുന്ന സ്റ്റെബിലൈസർ കാണുമ്പോൾ ആ കങ്കാരുവിന്റെ പടം നമ്മളൊക്കെ ചെറുപ്പത്തിലേ കണ്ടിട്ടില്ലേ? V-ഗാർഡ് സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹം എന്താണ് ഈ കങ്കാരുവിന്റെ പടം വെച്ച്. പിന്നെയാണ് അതിന്റെ അർത്ഥമായ എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. കാരണം അത്രയും ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ഓൺ കോൺസെപ്റ്റ് ആണ് ആ ഒരു സ്റ്റെബിലൈസർ ഇറക്കിയ സമയത്ത് V-ഗാർഡ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാനത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ MA യൂസഫ് അലി സാറ് എടുത്ത് പഠിക്കുക. അദ്ദേഹത്തിന്റെ ഓരോ പ്രൊഡക്റ്റും അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും നമ്മുടെ ബിസിനസിനെയും നമ്മുടെ പ്രൊഡക്റ്റിനെയും ഏറ്റവും മനോഹരമായി മറ്റൊരാളുടെ മുന്നിൽ സെല്ല് ചെയ്യാൻ, ഷെയിംലെസ് ആയി സെല്ല് ചെയ്യാൻ പഠിക്കുക.
ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അതാ പറയാറില്ലേ, എന്ത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു തൊലിക്കെട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇങ്ങോട്ടോ ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ ബോൾഡ് ആവുക. അങ്ങനെ ബോൾഡായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് ഷെയിംലെസ് ആയിട്ട് സെല് ചെയ്യാൻ പഠിക്കുന്നവൻ മികച്ച സെയിൽസ്മാൻ ആവും. മികച്ച സെയിൽസ്മാൻ നല്ലൊരു ബിസിനസ്സുകാരനാവും. അവൻ നല്ലൊരു ഓൺട്രപ്രണർ ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ പറ്റിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ ഷെയിംലെസ് ആയിട്ട് സെല് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ട്രിക്ക് കൂടെ പഠിച്ചാൽ നമ്മൾ വളരെ ഈസിയായി ആ ട്രിക്ക് എന്താണ്, നമ്മൾ പറയാൻ പോകുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ബിസിനസ്സിൽ പറയാണ്ട് ലിസ്റ്റ് മസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ലിസ്റ്റ് മുന്നേറണമെന്ന് പറയുന്നത്? നമ്മൾ രാവിലെ എണീറ്റിട്ട് ദൈവം ഇന്നെങ്ങോട്ടാ പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് എങ്ങോട്ടേലും ഇറങ്ങുക എന്നുള്ളതല്ല. നേരെ മറിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തി നമ്മൾ ചെറിയൊരു ബിസിനസ് അല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആ കേൾക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞ അവിടെ ഈവൻ ഡ്രസ് കോഡ് മുതൽ നമ്മുടെ നമ്മുടെ എല്ലാ ബോഡി ലാംഗ്വേജസും നമ്മൾ അവിടെ ഒന്ന് കീപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. അങ്ങനെ വെൽ പെർഫോംഡ് ആയിട്ട് നമ്മളൊരു വ്യക്തിയെ പറയാൻ പോകുമ്പോൾ ആ വ്യക്തിയോട് മുൻകൂട്ടി ചോദിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണം. ആ ലിസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വളരെ മനോഹരമായി സെല്. നമ്മൾ പ്രൊഡക്റ്റും ഓപ്പർച്യൂണിറ്റിയും സെല് ചെയ്യുന്നവരല്ലേ, പ്രൊഡക്റ്റ് മാത്രം സെല് ചെയ്യുന്നവരല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ കാറ്റഗറി മനസ്സിലാക്കി അവരോട് നമ്മൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയോ പ്രൊഡക്റ്റോ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിന് പറയാം ഒത്തിരി അധികം മെത്തേഡ് ഉണ്ട്. നമ്മൾ മെത്തേഡ് പറയുന്നുണ്ട്. സെയിൽസ് ഈസ് സെർട്ടനിറ്റി ആണ്, ഉറപ്പാണ്. നമുക്ക് നമ്മളിലുള്ള വിശ്വാസം, നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, നമ്മുടെ കമ്പനിയിലുള്ള വിശ്വാസം, ഇതാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് മേടിക്കാവോ, മേടിച്ചിട്ട് എനിക്കൊരു പൈസ തരാവോ എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരു വ്യക്തിയും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല. നേരെ മറിച്ച് നിങ്ങളുടെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്, ഞാനത് തരാം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നമാണോ ഉള്ളത്, അത് പരിഹരിക്കാനുള്ള മാർഗം തരാം. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ആണോ ഉള്ളത്, അത് പരിഹരിക്കാനുള്ള പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം എന്താണോ, അവരുടെ പ്രോബ്ലം എന്താണോ, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുത്താൽ അവിടെ സെയിൽസ് ക്ലോസ് ആയി. പിന്നെ ആ വ്യക്തിയും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് ആ ബിസിനസ് പിന്നീട് മനോഹരമായിട്ട് റൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു ട്രിക്കാണ് ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക്. സമയം സാറ് 1 മിനിറ്റ് 7:02 എത്ര മണി വരെ ഉണ്ട് സമയം? 7:30 ആണോ? 7:30 വരെ സമയമുണ്ട്. ഓക്കെ സർ. ഓക്കെ, അപ്പൊ മറ്റൊന്നാണ് നമ്മൾ എന്താ ചെയ്യേണ്ടേ, നമ്മൾ ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക്. ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോയിട്ട് പ്രൊഡക്റ്റ് കൊടുത്ത ഒരാളത്ത് ബെഗ് ചെയ്യാൻ പാടില്ല. ഇതൊന്നും എടുക്കാവോ? ആദ്യ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്നോട് എന്റെ അപ്ലൈൻ വന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഒരു ബെഗിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പഠിച്ച് മനസ്സിലായപ്പോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്റെ ചേച്ചിയാണെന്ന് പറയാ. അപ്പൊ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനൊന്നും അല്ല പ്രൊഡക്റ്റ് സെല് ചെയ്യണ്ടേ, ഇങ്ങനൊന്നും പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കത്തില്ല, അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ചോദിച്ചു അതെന്താടി ആ മെത്തേഡ്? അതാണ് ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക്. സത്യത്തിൽ ഞാൻ പറയാം, ഈ ഒരു ഫ്രെയിം വർക്ക് ഞാൻ പണ്ടേ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിന്റെ ഗ്ലോബൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു തന്ന മെത്തേഡാണ് ഈ ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ ഇതാണല്ലോ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങളോട് റിവീൽ ചെയ്യാം. ഒരിക്കലും നമ്മൾ ബെഗ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പോയാൽ നമ്മളാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഓണർ. അപ്പൊ നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് അവരോട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പറയാ, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സാറിന്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു വഴി തുറക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടില്ല. നോ ഡൗട്ട് അറ്റ് ഓൾ. ഞാൻ 100% കോൺഫിഡൻസ് ആണ്. ഇനി സാറിന്റെ ചോയ്സ്, സാറിന് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം, വേണ്ടെങ്കിൽ റിജക്ട് ചെയ്യാം. ആസ് യുവർ ചോയ്സ്, അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഞാൻ പറയുന്നു, ഇത് സാറിന് ആപ്റ്റ് ആണ്, അല്ലെ മാഡത്തിന് ആപ്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് സർവീസ്. ഇങ്ങനെ നിങ്ങൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പ്. അതെ, എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇങ്ങനെ കോൺഫിഡൻസോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഒരു ഡോക്ടറെ അടുത്ത് മരുന്നിന് പോയി കഴിഞ്ഞാൽ ഡോക്ടറോട് പറയാ, ഇന്ന മരുന്നുകളൊന്നും എനിക്ക് വേണ്ട. ഡോക്ടർ നമ്മോട് ചോദിക്കോ,
നിങ്ങൾക്ക് ജലദോഷത്തിന് ഞാൻ ഇന്നത് എഴുതട്ടെ, ഇപ്പൊ ഞാൻ എന്നും പോയി തൈറോനോം ഇത് തരട്ടെ എന്ന് ചോദിച്ചിട്ടാണോ ഡോക്ടർ എനിക്ക് തൈറോനോം കുറിക്കുന്നത്? അല്ല, ഡോക്ടർ പറയാണ് റിപ്പോർട്ട് കണ്ടു, ഇനിയിപ്പോ തൈറോനോം 50 mg വേണ്ട, 75 കഴിക്കണം, TSH കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് എഴുതന്ന. ശരി സാർ, ഓക്കെ സാർ എന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വാങ്ങിച്ചോണ്ട് വരും, കൗണ്ടറിൽ കൊടുക്കുന്നു, അത് വാങ്ങിട്ട് പോകുന്നു. ഇവിടെ ഡോക്ടർ ബെഗ് ചെയ്യുന്നുണ്ടോ? അവരെന്തൊക്കെ മരുന്ന് തന്നാലും അതെല്ലാം നമ്മൾ മേടിച്ചു കഴിക്കും, ഇല്ലേ? അതെന്തുകൊണ്ടാണ്? ആ ഡോക്ടറിലുള്ള വിശ്വാസം. ഡോക്ടർ നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് തരുമെന്നുള്ളത് ഡോക്ടേഴ്സ് ഫ്രെയിം വർക്ക്. ഇനി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും ഈ ഒരു ഫ്രെയിം വർക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഒരു പ്രൊഡക്റ്റും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നത് 95, ഡയബ ലൈഫ്, പ്രോട്ടീൻ പൗഡർ, ന്യൂട്രി ലൈഫ്, മോറോ ലൈഫ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൽനസ് ഒന്നും എനിക്ക് പറ്റത്തില്ലെന്ന്. പിന്നീട് പഠിച്ച് മനസ്സിലായപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വെൽനസ് കൊടുക്കാനല്ലേ ഏറ്റവും നല്ലത്. കാരണം ഇന്ന് ഏതൊരു വീട്ടിൽ ചെന്നാലും എല്ലാവരും ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തവരില്ല, പക്ഷെ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്, അല്ലെ നമുക്കത് റിസൾട്ടബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് നമുക്കുണ്ടെങ്കിൽ 100% കോൺഫിഡൻസിൽ നമുക്ക് ആൾക്കാരോട് പറയാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, ആ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ റിസൾട്ട് പുറത്തു വരും. അതാണ് ആ വ്യക്തി ഏറ്റെടുക്കുന്നത്, അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിശ്വാസം. ഇത് എല്ലാവരും ഒന്ന് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ വളരെ ഈസി ആയിട്ട് സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിതിനൊരു സിസ്റ്റം ഉണ്ടെന്നറിയാം. ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ വളരെ സ്മൂത്തായി റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ആ സിസ്റ്റം? നമുക്കറിയാം, ഇവിടെ നമ്മൾ നോ ബോസ് ബിസിനസ് ആണ്, അല്ലെ? ഇവിടെ വേറെ ആരെയും കമ്പൽ ചെയ്യാനില്ല. ഇതൊരു ഹോൾ ടീമാണ്, ഒരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വേറെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കാം. ആരുടെയോ ഒരു മിക് ഓണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഉപയോഗിച്ച റിസൾട്ട് നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ആ ഒരു സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആവണം, അല്ലെ? അപ്പോ 4R കുറിച്ച് സാർ എപ്പോഴും നമുക്ക് പല ട്രെയിനിങ്ങുകളിലും പല ലീഡേഴ്സും നമ്മോട് പറയാറുണ്ട്. എന്താണ്? ഫസ്റ്റ് നമ്മൾ റീറ്റെയിൽ, റീപർച്ചേസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് റീറ്റൈനിങ്. ഈ ഒരു സിസ്റ്റം കീപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് എന്താണ് ബിസിനസ് റൺ ചെയ്യും. ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിക്കണം, അത് നമ്മൾ കുറച്ച് ഉപയോഗിക്കണം, പിന്നെ അത് റീറ്റെയിൽ ചെയ്യാൻ പഠിക്കണം. റീറ്റെയിൽ ചെയ്യാൻ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ആ പ്രശ്നങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്മൂത്തായി റീറ്റെയിൽ ചെയ്ത പ്രൊഡക്റ്റ് കൃത്യമായിട്ട് നമ്മൾ റീപർച്ചേസ് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ബിസിനസ് വോളിയം ഒക്കെ അലോക്കേറ്റ് ആവുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് എന്ത് ചെയ്യുന്നു? പിന്നെ പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റിക്രൂട്ട്മെന്റിലേക്ക് മാറുന്നു. അപ്പോൾ പുതിയ ആൾക്കാർ നമ്മളിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവരെ പിന്നെ നിലനിർത്താൻ വേണ്ടി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. ദാറ്റ്സ് കോൾഡ് ആ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്ന സമയത്ത് എന്തായി? ഓൾമോസ്റ്റ് നമ്മൾ ഒരിക്കലും 2-10 എന്ന് പറഞ്ഞ് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല മനോഹരമായ ഒരു ടീമിനെ ഇപ്പൊ ഈ ഇരിക്കുന്നത് പോലെ നല്ലൊരു കൂട്ടായ്മയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു സിസ്റ്റം പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കേൾക്കുന്ന പല ആൾക്കാരും ചിന്തിക്കും, ഇതൊക്കെ ഇവർക്കൊക്കെ സാധിക്കും, നമുക്കൊക്കെ സാധിക്കുമോ? എഡ്യൂക്കേഷനിൽ പല വിധമുള്ള ആൾക്കാരായിരിക്കാം ഉള്ളത്. പക്ഷെ ഞാൻ പറയാം, നമ്മുടെ കൂടെ കടന്നു വരുന്നവരും നമ്മളെ പോലെയുള്ളവരും നമ്മളെക്കാൾ കഴിവുള്ളവരും ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഒരു കഴിവിന്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലെ വിജയത്തിലെത്തിക്കുന്നത്. ചില ആൾക്കാർക്ക് മനോഹരമായി സംസാരിക്കാൻ അറിയാം, അവര് ബിസിനസിനെ കുറിച്ച് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയട്ടെ. കുറച്ച് ആൾക്കാർക്ക് നന്നായിട്ട് സെല്ല് ചെയ്യാൻ അറിയാം, അവര് റീറ്റെയിൽ ചെയ്യട്ടെ. അവര് പറയും മീറ്റിങ്ങിനൊന്നും വിളിക്കല്ലേ, അതിനൊന്നും സംസാരിക്കാൻ പറ്റില്ലേ, സ്റ്റേജിൽ കയറുന്ന പരിപാടിയൊന്നും പറയരുതേ. തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോ സ്റ്റേജിൽ ഒരു ഇട കിട്ടിയില്ലെങ്കിലല്ലേ എല്ലാവർക്കും വിഷമോ? അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ പടിപടിയായി നമ്മളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോ നമ്മുടെ കഴിവുകളെ ഉണർത്തിക്കൊണ്ട് വരിക, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കുക.
ആ ഒരു സമയത്ത് നമുക്ക് അതിന് കിട്ടുന്ന ഒരു വേദിയെ നമ്മൾ വേണ്ട രീതിക്ക് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ്സിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ ഇന്നിപ്പോ ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു ഫാൻസി ഷോപ്പിൽ വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതെങ്കിൽ ഇന്ന് കേരളത്തിലേക്ക് അകത്തും പുറത്തുമായി പല സംസ്ഥാനങ്ങളിലും അങ്ങേയറ്റം രാജസ്ഥാന് ജയ്പൂർ വരെയും ഇന്ന് ഞാൻ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഇന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ട്, കാരണം തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് അതൊക്കെ വലിയൊരു റിസ്ക് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ട് ടീമിനെ ബിൽഡ് ചെയ്യാൻ എനിക്ക് ഇടുക്കി ടീമുണ്ട്, ട്രിവാൻഡ്രത്തെ ടീമുണ്ട്, കോട്ടയത്തെ ടീമുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂര്, കാസർഗോഡ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊരു ജിയോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ആവശ്യമുള്ള ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ വെച്ചുകൊണ്ട് നമുക്കിന്ന് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്റർനാഷണലി വരെയും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ എന്റെ മക്കള് രണ്ടാളും പുറത്തുള്ളതുകൊണ്ട് അവര് പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടതും അവരുടെ ഫ്രണ്ട്സിന് വേണ്ടതും ഒക്കെ പ്രൊഡക്റ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഭാവിയിൽ നമ്മുടെ കമ്പനി GCC കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസിനെ വലിപ്പത്തിൽ കാണുക, അതിന്റെ വലിപ്പം മനസ്സിലാക്കുക. നമ്മൾ ചെറിയ ഒരു ഇതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാതെ കൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ മനസ്സിലായിരിക്കണം നമ്മുടെ വിജയങ്ങളെല്ലാം ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു ആവേശത്തോടെയും തീക്ഷ്ണതയോടെയും നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും സാർ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ലീഡേഴ്സ് ഒക്കെ പറയാറില്ലേ, എന്താണ്, വലിയ പാറയിൽ തട്ടി ആരും വീഴാറില്ല, ചെറിയ ചെറിയ കുറ്റികളിൽ തട്ടിയാണ് എല്ലാരും വീഴുന്നത്. അതെന്തുകൊണ്ടാണ്? അതിൽ ശ്രദ്ധയില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാണ്. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തയ്യാറെടുക്കുക. അപ്പൊ ഈ ഒരു ഇപ്പൊ 7:11 സമയം, കുറേയധികം ടോപ്പിക്കുകൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഒത്തിരി സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ എനിക്ക് സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം വൈൻഡപ്പിലേക്ക് വരികയാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറുക. അതിനുവേണ്ടിയുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സോളിനെ നമ്മൾ ഒരേ അലൈൻമെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ പ്രധാന പോയിന്റ്. എല്ലാരും പറയുമ്പോൾ ഇതൊക്കെ ഈസിയാണ്, പക്ഷെ ഇതൊക്കെ നടക്കുമോ എനിക്കറിഞ്ഞുകൂടാ, ഇതൊക്കെ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ കഴിഞ്ഞ ദിവസം കൂടി, ഇന്നലെയും കൂടി ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇതൊക്കെ വന്നിട്ട് കുറെ കാലമായില്ലേ, ഇനി ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് വല്ല സാധ്യതയുണ്ടോ? അതൊക്കെ അന്ന് ചെയ്തവർക്കൊക്കെ കിട്ടി, ഇന്നിപ്പോ എവിടെ ചെന്ന് നോക്കിയാൽ ഇതാണ്. ഞാൻ ചോദിച്ചു, അതല്ലേ സാർ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി? പണ്ട് ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ലീഡർമാര് ഇത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും അവർ എത്രമാത്രം സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ആരോട് ചോദിച്ചാലും ഓൺ ആൻഡ് ഓൺ ബ്രാൻഡ് ഏതാണ്, എലമെന്റ്സ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു വ്യക്തികൾ പോലും ഇല്ല. അപ്പൊ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാനല്ലേ നമുക്ക് ഈസി ആയിട്ട് സാധിക്കുക. അച്ചീവേഴ്സിന്റെ നീണ്ട നിരയുണ്ട്. എന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ബിജോഷ് മാത്യു സാർ ഉള്ളത്. അപ്പോ ആന്റണി, ഞങ്ങളുടെ NTC ആന്റണി VS സാർ എന്റെ വീടിന് അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ ഗ്രേറ്റ് ലീഡേഴ്സിനെ നമുക്ക് വിജയിച്ച വ്യക്തികളെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഈ ഇൻഡസ്ട്രിയെ നമുക്ക് ഇപ്പോഴാണ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് പല ആൾക്കാർക്കും പകുതി വഴിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതും അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുന്നതും. ഇവിടെ ഒരിക്കലും കമ്പനി മോശമല്ല, പ്രൊഡക്റ്റ് മോശമല്ല, നമ്മൾ വന്നിരിക്കുന്ന ടീം മോശമല്ല, ഇതൊന്നുമല്ല. എവിടെയാണ് മോശം സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്കും വിജയിക്കാൻ അവസരങ്ങൾ നിരവധിയുണ്ട്. ഇത് നമുക്കുള്ള ഇൻഡസ്ട്രിയാണ്. എന്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിനെ ശക്തമായി ഏറ്റെടുക്കുക. അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യുക. ആ ഒരൊറ്റ പോയിന്റിനോട് ഞാൻ പറയാം, നമ്മുടെ മൈൻഡ് സെറ്റിൽ നമുക്ക് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ, നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇത് മൂന്നും ഒരേ അലൈൻമെന്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് എന്തിനേയും അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കസ്റ്റമറെ അട്രാക്ട് ചെയ്യണോ, പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ അട്രാക്ട് ചെയ്യണോ, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് സോൾ, വാക്കും പ്രവൃത്തിയും ചിന്തയും ഒരേ അലൈൻമെന്റിൽ കൊണ്ടുവരിക. 2 വേണമെന്ന് പറയുകയും ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കൂ എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് ആയി. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ്, നമ്മൾ പറയുകയാണ് 2,10,000 വീക്കിലി ഇൻകം എനിക്ക് വേണം, അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. അത് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേ മൈൻഡിൽ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പറയാണ്. എന്താണ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് പറയുകയാണ്, അവരാണ് പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നയാള്. ആ കോൺഷ്യസ് മൈൻഡ് പറയാണ്, ഇതൊക്കെ പെട്ടെന്ന് നടന്നതുവാ. അപ്പൊ
അപ്പൊ നമ്മൾ എന്തായി അതിനോട് യോജിച്ചു. ശരിയാ, എന്തൊക്കെ സ്ട്രഗിളിങ്ങാ, ഈ വിചാരിക്കുന്നല്ലോ വല്ലതും നടക്കോ എന്ന് നമ്മൾ തന്നെ നമ്മോട് പറയാണ്. ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി, അവർക്കൊരു കൺഫ്യൂസ്ഡ് ആയി. ഇപ്പോ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമുക്ക് റിസൾട്ടിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആ റിസൾട്ടിലേക്ക് നമുക്ക് നയിക്കണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ഏറ്റെടുക്കണം. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ചിന്തകളെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? നിരന്തരം അതിന് ശരിയേത് തെറ്റേത് എന്നറിയില്ല, റൈറ്റ് ആണോ റോങ് ആണോ എന്നറിയില്ല. അത് തിരഞ്ഞെടുക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, കൺസിസ്റ്റൻസി. നമ്മൾ സ്ഥിരമായിട്ട് എന്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ കാര്യമാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മുടെ ആക്ഷനെ മാറ്റുക എന്നുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2 വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എവരി ഡേ നമ്മളത് പറയുക. എവരി ഡേ നമ്മൾ പറയുക ഐ എം എ സീലിംഗ് അച്ചീവർ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയും. ഞാൻ സീലിംഗ് അച്ചീവർ ആണ്, ഐ എം എ സീലിംഗ് അച്ചീവർ, എനിക്ക് സാധിക്കും. നമ്മുടെ കഴിവിൽ നമുക്ക് കോൺഫിഡൻസ് ഉള്ളവരാവണം. നമ്മുടെ കഴിവിനെ തിരിച്ചറിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അഫർമേഷൻസ് നമുക്ക് പറയാം. അഫർമേഷൻസ് പറഞ്ഞാൽ പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്. ആ അഫർമേഷൻസ് നമ്മൾ നിരന്തരം പറയാ. എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ട്, നമ്മൾ ഇന്ന് നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലെ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യൂ. നമ്മൾ നിരന്തരം ഇത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും അതിനെ റിസൾട്ടിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ റെഡിയാക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ റൂട്ട് ക്ലിയർ ആകുന്നത്. പലപ്പോഴും പറയാറില്ലേ, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. വിചാരിക്കുന്ന പോലെ നടക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പ്രവർത്തിക്കുന്ന പോലെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തയിലേക്ക് നമ്മൾ പ്രവർത്തനത്തെ നയിക്കുമ്പോഴാണ് നമ്മുടെ ആക്ഷൻ റെഡി ആവുന്നത്. അവിടെ നമ്മുടെ മൈൻഡിനെ പോയി അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ എടുത്ത് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, പ്രാണായാമം പോലുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്ത, മൈൻഡ്, ബോഡി, സോൾ എന്ന് പറയാൻ നമ്മുടെ ആത്മാവിലുള്ള നമ്മുടെ ആഗ്രഹം എന്താണോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ആ ചിന്തക്കനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ വരാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോഡിയെ മൈൻഡിനെയും ഒരേ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന, നമ്മുടെ ചിന്തകളെയും പ്രവൃത്തിയെയും ഒരേ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസിലൂടെ, നമ്മൾ മെഡിറ്റേഷനിലൂടെ ഒക്കെ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയും. പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗോഡ് ഗ്രേസിലേക്ക്, നമ്മുടെ ഗോഡിന്റെ ഗ്രേസിലേക്ക് നമ്മളിലേക്ക് വരും. ദൈവത്തിന്റെ വർഷിപ്പ് നമ്മളിലേക്ക് വരും. പ്രപഞ്ചം നമുക്ക് കൂട്ടു നിൽക്കും. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യം ഇതാണ്. റോണ്ട ബയോണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം പറയുക. വേണ്ടാത്തതിനെ കുറിച്ച് മിണ്ടരുത്, വേണ്ടാത്തതിനെ കുറിച്ച് പറയണ്ട. എന്തിനാ നമ്മളത് പറയുന്നത്? നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നമ്മൾ പറയുക. അപ്പൊ നമ്മൾ ഐ ആം വെരി കോൺഫിഡന്റ്, ഞാൻ കോൺഫിഡൻസ് ആയി, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, 2,10,000 കിട്ടുമെന്ന് അതിനുവേണ്ടി പറയൂ. അതങ്ങനെ നമ്മൾ പ്രവർത്തിക്കൂ. ഓരോ ദിവസവും വർക്കിന് ഇറങ്ങുമ്പോൾ ഇന്ന് ഞാൻ ഇത്ര രൂപ ഏൺ ചെയ്യും, അല്ലെ ഇത്ര രൂപയുടെ സെയിൽ ചെയ്യും, റീറ്റെയിൽ ചെയ്യും, അല്ലെ ഇന്ന വ്യക്തിയെ ഞാൻ ക്ലോസ് ചെയ്യും എന്ന് വെച്ചാൽ യെസ് ഐ എം കോൺഫിഡന്റ് എന്ന് നമ്മൾ കണ്ണാടി നോക്കി പറഞ്ഞിട്ട് ഇറങ്ങുക. നമ്മളിപ്പോൾ അഫർമേഷൻസ് നമ്മൾ നിരന്തരം കൊടുക്കുക. ഐ എം യുണീക്ക്, ഞാൻ ഈ ലോകത്തിൽ യുണീക്കാണ്. ഐ എം റിമാർക്കബിൾ, ഐ ഡു ഓൺലി വാല്യുബിൾ തിങ്സ്. ഇങ്ങനെ നമ്മൾ അഫർമേഷൻസ് പറയൂ. ഓൾ മൈ വർക്ക്സ് ആർ ഈസി ആൻഡ് എഫേർട്ട്ലെസ്. എല്ലാ വർക്കുകളും ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ ദിവസവും നിങ്ങൾ പറയൂ, മൈ ബിസിനസ് ഈസ് ഗ്രോവിംഗ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ഡേ ബൈ ഡേ. ഓരോ ദിവസം ചെല്ലുന്നവരും എന്റെ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. മൈ ബിസിനസ് ഈസ് ഗ്രോവിംഗ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ എവരി ഡേ. എല്ലാ ദിവസവും എന്റെ ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത് നിങ്ങൾ നിരന്തരമായിട്ട് പറയൂ. അതേപോലെ ഓരോ ദിവസവും നമ്മൾ 2026 ഈസ് ദ ബെസ്റ്റ് ഇയർ ഇൻ മൈ ലൈഫ്. ഈ 2026 എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആണെന്ന് നിങ്ങൾ നിങ്ങളോട് പറയൂ. അങ്ങനെ നമ്മൾ ഈ 2026 നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയി എല്ലാ ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും എവറി വീക്ക് 2,10,000
10,000 വാങ്ങിക്കുന്ന സീലിംഗ് അച്ചീവറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോ നിങ്ങളോടൊപ്പം തന്നെ എനിക്കും അത് വാങ്ങിക്കാൻ സാധിക്കട്ടെ. അപ്പോ എന്നെ ഇത്രയും നേരം കേട്ടുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. കൂട്ടായ പ്രയത്നമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചേരുന്ന, നമ്മളെ സഹായിക്കുന്ന ഘടകം. അപ്പൊ നമ്മളെപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി നമ്മൾ നമ്മോട് തന്നെ പറയാം, ഐ എം വെരി കോൺഫിഡന്റ്, ഈ 2,10,000 നേടിയെടുക്കാൻ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. അപ്പോ അതിനുവേണ്ടി ഈ പ്രപഞ്ചം എനിക്ക് കൂട്ടുനിൽക്കും. ആ പ്രപഞ്ചം അഥവാ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ 100% റിസൾട്ടബിൾ ആണ്. അതിനുവേണ്ടി പക്ഷെ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നോ ആ നിർദ്ദേശങ്ങളെ ആക്ഷൻ ആക്കി മാറ്റുകയും റിസൾട്ട് ആക്കി മാറ്റുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതിനെ വളരെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്ത് നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്നവരായിട്ട് മാറിക്കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ ഓരോരുത്തരും നമ്മളെ അവര് ഫോളോ ചെയ്യണം. മറ്റൊരാൾക്ക് നമ്മൾ ഒരു മാർഗദീപമായി മാറണം. അങ്ങനെ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട്, സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്നവരായി മാറിക്കൊണ്ട് ഓരോരുത്തരും മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവരെ കണ്ടു പഠിക്കൂ എന്ന് പുറത്തുള്ള സമൂഹം പറയുന്ന ലെവലിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിവേ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. ഐ ആം സോ ഹാപ്പി ടു കണക്ട് വിത്ത് യു ആസ് പാർട്ട് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. ഈ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കണക്ട് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. അതേപോലെ തന്നെ ലോട്ട് ഓഫ് താങ്ക്സ് ഫോർ യു ശ്രീജ മാം. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ, ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുന്നു. അപ്പൊ എനിക്ക് ഇതിലെ ടീമിലെ ലീഡേഴ്സിനെ ആൾക്കാരെ ഒന്നും എനിക്ക് അറിയില്ല. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.